ഗൾഫ് മേഖലയിൽ എന്ത് വലിയ സംഘർഷം നടന്നാലും ഇന്ത്യയുടെ ആവശ്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും യാതൊരു കോട്ടവും തട്ടില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയാണ്. എന്നാൽ അയൽക്കാരായ പാകിസ്ഥാന്റെ അവസ്ഥയോ അക്ഷരാർത്ഥത്തിൽ ഇറാൻ പാകിസ്ഥാന് കൊടുത്തത് എട്ടിന്റെ പണിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ത്യൻ കപ്പലുകൾ യാതൊരു തടസ്സവുമില്ലാതെ രാജകീയമായി ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകുമ്പോൾ കറാച്ചിയിലേക്ക് പോയ പാകിസ്ഥാൻ കപ്പൽ പാതി വഴിയിൽ തടഞ്ഞുവെച്ച് ഇറാൻ അവരെ നാണം കെടുത്തിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷങ്ങൾക്കിടയിൽ പാകിസ്ഥാന് ലഭിച്ച ഏറ്റവും വലിയ നയതന്ത്ര തിരിച്ചടിയാണത്. പാകിസ്ഥാനിലെ കറാച്ചി തുറമുഖത്തേക്ക് പോവുകയായിരുന്ന സെലിൻ എന്ന കണ്ടെയ്നർ കപ്പലാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC തടഞ്ഞത്. ഈ തന്ത്രപ്രധാനമായ കടലിടുക്ക് കടക്കാൻ ആവശ്യമായ നിയമപരമായ അനുമതി ഈ കപ്പലിന് ഇല്ലായിരുന്നു എന്നാണ് ഇറാനിയൻ ഉദ്യോഗസ്ഥനായ അലി റസ തങ്സിരി ഇതിന് വിശദീകരണം നൽകിയത്. തുടർന്ന് ഇറാൻ സൈന്യം കപ്പലിനോട് വന്ന വഴിയെ തിരികെ മടങ്ങാൻ ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ ഇതേസമയം ഇന്ത്യയിലേക്ക് LPG കൊണ്ടുവരുന്ന കപ്പലുകൾ സുരക്ഷിതമായി ഈ മേഖലയിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നതാണ് പാകിസ്ഥാനെ കൂടുതൽ അസ്വസ്ഥരാക്കുന്നത്. ശിവാലിക്, നന്ദാദേവി, പൈൻ ഗ്യാസ്, ജഗ് വസന്ത് എന്നീ ഇന്ത്യൻ കപ്പലുകൾ ഇതിനോടകം യാതൊരു തടസ്സവുമില്ലാതെ ഈ കടലിടുക്ക് കടന്നു കഴിഞ്ഞു. രാജ്യത്തിന് ആവശ്യമായ ആയിരക്കണക്കിന് മെട്രിക് ടൺ പാചകവാതകമാണ് ഈ കപ്പലുകൾ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത്. ഷിപ്പ് ട്രാക്കിംഗ് ഡാറ്റ പ്രകാരം പൈൻ ഗ്യാസ്, ജഗ് വസന്ത് എന്നീ 2 LPG ടാങ്കറുകൾ കൂടി പേർഷ്യൻ ഗൾഫിൽ നിന്ന് യാത്ര തിരിക്കുകയും യുദ്ധബാധിതമായ ഈ കടലിടുക്കിലൂടെ സുരക്ഷിതമായി സഞ്ചരിച്ച് അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഇന്ത്യൻ തീരത്ത് എത്തുകയും ചെയ്യും. നിലവിൽ ഇസ്രയേലുമായും അമേരിക്കയുമായും ഇറാൻ യുദ്ധമുഖത്തിൽ നിൽക്കുന്ന ഒരു സമയമാണിത്. ഈ സാഹചര്യത്തിൽ ആഗോള വ്യാപാരത്തിന് നിർണായകമായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഇറാൻ കർശനമായി നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട്. ശത്രുരാജ്യങ്ങളുടെ കപ്പലുകളോ കൃത്യമായ രേഖകളും അനുമതിയും ഇല്ലാത്ത കപ്പലുകളോ യാതൊരു കാരണവശാലും ഇതിലൂടെ കടത്തിവിടില്ല എന്ന് ഇറാൻ ഐക്യരാഷ്ട്രസഭയും അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷനെയും ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുമുണ്ട്. ഈ സംഭവത്തിൽ പാകിസ്ഥാൻ നേരിടുന്ന നയതന്ത്രപരമായ നാണക്കേട് വളരെ വലുതാണ്. കാരണം അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ സമാധാന ചർച്ചകൾക്കായി ഒരു മധ്യസ്ഥനായി പ്രവർത്തിക്കാൻ പാകിസ്ഥാൻ അടുത്തിടെ ശ്രമിച്ചിരുന്നു. എന്നാൽ ഈ വലിയ മധ്യസ്ഥ വേഷം കെട്ടുന്നതിനിടയിലാണ് സ്വന്തം രാജ്യത്തേക്ക് വരുന്ന ഒരു കപ്പൽ പോലും കടത്തിവിടാൻ കഴിയാതെ പാകിസ്ഥാൻ അപഹാസ്യരായത്. ഹോർമൂസ് കടലിടുക്കിന്റെ കാര്യത്തിൽ വലിയ നിയന്ത്രണമുള്ള ഇറാൻ പാകിസ്ഥാന് യാതൊരു വിലയും നൽകുന്നില്ല എന്നതാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത്. ചുരുക്കത്തിൽ അസ്ഥിരമായ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ ശക്തമായ സ്വാധീനവും പാകിസ്ഥാന്റെ ഗതികേടുമാണ് ഹോർമൂസ് കടലിടുക്കിൽ നമ്മൾ കാണുന്നത്. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്കുള്ള നയതന്ത്ര കരുത്ത് കാരണം യുദ്ധമേഖലയിലൂടെ പോലും ഇന്ത്യൻ കപ്പലുകൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയുന്നു. നമ്മുടെ ഊർജ്ജ വിതരണം തടസ്സമില്ലാതെ തുടരുന്നു. എന്നാൽ മറുവശത്ത് വലിയ വായിൽ സംസാരിക്കുകയും മധ്യസ്ഥനാകാൻ പോവുകയും ചെയ്ത പാകിസ്ഥാൻ സ്വന്തം കപ്പൽ തിരികെ വിളിക്കേണ്ട ഗതികേടിൽ ലോകത്തിന് മുന്നിൽ വിയർത്തു നിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.